എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നോക്കാം. മണിക്കുട്ടി, 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 വാ മണിക്കുട്ടി. മോളെ ആ ഭാഗത്തേക്ക് നോക്ക്. എത്രയും വേഗം നിങ്ങൾ മണിക്കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ശരി സാർ. കണ്ടിട്ട എന്റെ മോള്. നീ ഇങ്ങനെ വിഷമിക്കാതെ രാധേ, നമ്മുടെ മോക്ക് ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്താ കൃഷ്ണ? മാനേജറും സ്റ്റാഫും എല്ലായിടത്തും അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. നിങ്ങൾ എവിടെ പോയിരുന്നു? അത് പിന്നെ ചേച്ചി പറ, എവിടെ പോയിരുന്നു? എവിടെ പോകാനാ? വെറുതെ മുറിക്കകത്തിരിക്കണ്ടെന്ന് കരുതി കാറ്റ് കൊള്ളാൻ ഇറങ്ങി. നിങ്ങൾ മണിക്കുട്ടിയെ കണ്ടോ? കണ്ടില്ല. ഞാനും കണ്ടില്ല. അല്ല, മണിക്കൂർക്ക് എന്താ പറ്റി? മോളെ കാണാനില്ല. ഞങ്ങൾ എല്ലാരും തെരഞ്ഞു നടക്കുകയായിരുന്നു. അയ്യോ, ഇത് ആദ്യം പറയണ്ടേ? നമ്മുടെ കൂടെ തപ്പല്ലേ? വാ, നമുക്ക് എല്ലാവരും കൂടി നോക്കാം. എല്ലാരും കൂടി ഒരിടത്ത് നോക്കാതെ നമുക്ക് പലയിടത്തായിട്ട് നോക്കാം. ഐ എം വെരി സോറി സാർ. മണിക്കുട്ടി ഇവിടെ എങ്ങുമില്ല. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ വന്നൊരു കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? പൂർണ്ണ ഉത്തരവാദിത്വം ഉണ്ട് സാർ. പക്ഷേ വി ആർ ഹെൽപ്ലെസ് നൗ. അല്ല, CCTV ഒന്നുമില്ല ഇവിടെ. അതെ അതെ, വേഗം CCTV ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കഴിഞ്ഞു മാഡം. പക്ഷെ ഒരു രക്ഷയുമില്ല. ലക്ഷ്മി മാഡം പോയതിനു ശേഷം ആ കുട്ടി നടന്നു പോയതായി വിഷ്വലുകളിൽ കാണുന്നുണ്ട്. ആ കുട്ടി പോയിരിക്കുന്നിടത്ത് CCTV കവറേജ് ഇല്ല. ക്യാമറ ഇല്ലാതെ ഞാൻ ഉറപ്പ് വരുത്തിയിരുന്നു. എന്റെ മോളെ കിട്ടാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? അതൊന്ന് പറയോ? ഒരു വഴിയേ ഉള്ളൂ, പോലീസ് സ്റ്റേഷൻ. വേറെ വഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? നമുക്ക് പോവാം. അളിയാ, ഞാൻ ഇല്ല കേട്ടോ. പോണല്ലേ, നീരജയ്ക്ക് അവളുടെ വീട്ടിൽ പോണമെന്ന്. സാരമില്ല, ഞാൻ ഇവിടെ വീട്ടിലാക്കിട്ട് വന്നോളാം. അളിയ പൊക്കോ. കരഞ്ഞിട്ട് എന്താ കാര്യം? വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് പോവാം. ഇതിലാരാണ് പരാതിക്കാരി? രാധിക. ഞാനാണ് സർ. അപ്പോ നിങ്ങളുടെ മകൾ മണിക്കുട്ടിയാണ് മിസ്സായിരിക്കുന്നത് അല്ലേ? അതെ. നിങ്ങളാണോ കുട്ടിയുടെ ഫാദർ? അത് അല്ല അല്ല സർ, കൃഷ്ണ എന്റെ ഹസ്ബൻഡാണ്. ഓഹോ. രാധികയുടെ ഹസ്ബൻഡ് സ്ഥലത്തില്ല. ആ, നിങ്ങളും ഇവരുമായിട്ടുള്ള ബന്ധം? രാധികയും മണിക്കുട്ടിയും ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു സഹായത്തിന്. ശരി, ഞാൻ മറ്റ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുക്കാം. സർ, എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിക്കണം. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞങ്ങൾ ഒരു വിധത്തിലും താമസം വരുത്തില്ല. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കും. ആ, എത്രയും പെട്ടെന്ന് മറ്റ് സ്റ്റേഷനിലേക്ക് വിവരം കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. യെസ് സർ. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളുടെയും ഡീറ്റെയിൽസും എടുക്കണം. ഓക്കെ. ആ, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. വിവരം കിട്ടിയാൽ ഞാൻ അറിയിച്ചോളാം. എന്താ കാവ്യ ഇത്? എത്ര നേരാ ഇവിടെ വെയിറ്റ് ചെയ്യാ? ഇവളെന്തിനാ ഇങ്ങനെ മോങ്ങുന്നത്? എന്തിനാ കൃഷ്ണ നമ്മൾ വെറുതെ സമയം കളയുന്നത്? വീട്ടിൽ പോകാം. വെറുതെ ആണോ അമ്മേ? നമുക്ക് മണിക്കുട്ടിയെ കണ്ടുപിടിക്കണ്ടേ? അതിനെ അന്വേഷിക്കാന്നോർത്തൊക്കെ നമ്മൾ അന്വേഷിച്ചില്ലേ? ഇനി വീട്ടിൽ പോകാം. അമ്മയ്ക്ക് അത്ര അത്യാവശ്യമായിരുന്നെങ്കിൽ ഭരതന്റെ കൂടെ പോയാൽ മതിയായിരുന്നല്ലോ. അവൻ നീരജ അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയതല്ലേ? ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോ അതായിരുന്നല്ലോ അവനും പ്രധാനം. വാരാതിക്ക് നമുക്ക് പോയേക്കാം. ഞാനില്ല. പോലീസുകാര് എന്റെ മോളെ കണ്ടുപിടിച്ചോണ്ട് വന്നിട്ടേ ഞാൻ ഇനി വരൂ. അതുകൊള്ളാം. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം മക്കളെ സൂക്ഷിക്കാൻ പഠിക്കണോടി. വെറുതെ ഇങ്ങനെ കുറ്റം വിധിക്കില്ലേ അമ്മേ? ഓഹോ, നിനക്ക് നാവുണ്ടായിരുന്നോ കൃഷ്ണ? അതുള്ളത് തന്നെയാ.
പ്രായത്തെ ബഹുമാനിച്ച് മിണ്ടാതിരുന്നേ ഉള്ളൂ. കേട്ടോ കാവ്യ ഇതിന്റെ അഹങ്കാരം? എനിക്ക് നേരെ നിന്ന് എതിര് പറയുന്നു. ഞാൻ പറയേണ്ടതിന്റെ 10-1 പോലും കൃഷ്ണ പറഞ്ഞില്ലല്ലോ എന്ന് കരുതിയാ മതി. വാ രാധികെ, പോലീസുകാർ അന്വേഷിക്കട്ടെ. വാ എന്റെ മോള്. വാ. രാധേ, നീ ഇങ്ങനെ വിഷമിക്കാതെ. രാധികെ, രാധികെ, ഇങ്ങനെ കരയാതെ. നേരെ എത്രയായി? ഇത്തിരി വെള്ളമെങ്കിലും കുടിച്ചിട്ട് ദാ ഇതെങ്കിലും കുടിക്കാം. എനിക്കൊന്നും വേണ്ട. എന്റെ മോളെ കാണാതെ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല. എന്താ രാധികെ ഇത്? അറിയോ, ഞാൻ അവളോട് പറഞ്ഞതാ ഇവിടെ ഇരുന്നാ മതിയെന്ന്. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഒരു പൂക്കൾ ഇടാനും സദ്യ ഒരുക്കാനും ഒക്കെ ഞാൻ പറഞ്ഞതായിരുന്നു. അപ്പൊ അവക്ക് വലിയ കൊതി, എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ പോണോന്ന്. മനസ്സ് മുറിഞ്ഞു നിന്നാലോ എന്ന് ആലോചിച്ചിട്ടാ പോയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചത്. എന്നിട്ട്